ചെങ്ങായിമാരെ ഒരുപാട് സങ്കടത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഏറെക്കുറെ 100% നിമിഷപ്രിയ രക്ഷപ്പെടും എന്ന ഒരു ധാരണയിൽ എത്തി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് സംഘികളും ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കിടന്ന് ചിലക്കുന്ന കുറച്ച് മനുഷ്യർ എന്നവരെ വിളിക്കാൻ കഴിയില്ല, അത് ഉറപ്പാണ്. കേരളക്കര ഒന്നടങ്കം നിമിഷപ്രിയ എത്രയും പെട്ടെന്ന് ഈ വധശിക്ഷയിൽ നിന്നും ഈ ശിക്ഷയിൽ നിന്നും ഒഴിവായി കേരളത്തിലേക്ക് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ അതിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ചില സംഘി ചാനലുകളും. അവർ ഇന്ന് ചെയ്ത ഒരു പ്രത്യേക കാരണം, ഒരു ചെയ്തി അവരാ ചെയ്ത കാരണത്താൽ ഇനി നിമിഷപ്രിയ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യം വളരെ സംശയത്തിലാണ്. എടുത്തു പറയാനുള്ള ഒരു കാരണമുണ്ട്. ഈ നിമിഷപ്രിയ കാരണം മരണം സംഭവിച്ച ആ തലാൽ മുഹമ്മദിന്റെ അനിയൻ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ക്യാഷ് വാങ്ങി ഇതിൽ നിന്നും പിന്തിരിയാൻ താല്പര്യമില്ല എന്നും, അതുമായി ബന്ധപ്പെട്ട പോസ്റ്റിന് താഴെ അറബിയിലും മലയാളത്തിലുമായിട്ട് ഓരോ സംഖ്യകൾ എഴുതി പിടിപ്പിച്ചിട്ടുള്ള സംഗതികൾ, ഇതെല്ലാം അവിടെ യമൻ എന്ന രാജ്യത്ത് വളരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയങ്ങൾ. അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആ വാർത്ത കാണാം. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? വളരെയധികം മോശം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല. മലയാളികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെതിരെ പൊരുതേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയധികം ഈ യമനില് ദയാദനം സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഈ മരണപ്പെട്ട ആളിൻ്റെ ബന്ധുക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം അതിന് വൈമുഖ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അവസ്ഥയിൽ നിന്നും അവർക്ക് മാത്രമാണ് ഇതിനകത്തൊരു തീരുമാനത്തിന് വ്യതിയാനം വരുത്തുവാൻ കഴിയുക. അപ്പോൾ അവർ തന്നെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കുന്ന സമയത്ത് ഇത്രയധികം അവകാശവാദങ്ങൾ, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അവർ ഓരോ നിമിഷവും അറിയുന്നുണ്ടാവും, നമുക്ക് കൊല്ലപ്പെട്ടത് ഒരു യമനീസ് പൗരനാണ്, പക്ഷേ അവർക്ക് അവരുടെ കുടുംബാംഗമാണ്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ പൗരനെ വിദേശത്ത് നിന്ന് വന്ന ഒരാൾ ഇതുപോലെ വധിക്കുകയാണ്. ആരും കൊല്ലപ്പെടാതിരിക്കട്ടെ, വധിക്കുകയാണ്. വധിച്ചതിന് ശേഷം ഇത്തരത്തിൽ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ബാഹ്യമായ ഒരു ഇടപെടിയിൽ വരുമ്പോൾ, ഇത് കേരളത്തിലാണ് നടന്നതെങ്കിൽ കേരളത്തിൽ ആരെങ്കിലും അത്തരത്തിലൊരു ഇടപെടിയിൽ അനുവദിക്കുമോ? വളരെ ശക്തമായിട്ടുള്ള ചർച്ചകൾ നടന്നേനെ. ഇവിടെ യമനിൽ അത്ര വലിയൊരു സിവിൽ സൊസൈറ്റി ഈ ഒരു സാഹചര്യത്തിൽ ഇല്ല എന്നതുകൊണ്ട് തീരുമാനമെടുക്കുന്നത് അവരുടെ നിയമപ്രകാരം അവരുടെ ബന്ധുക്കൾ ദയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ആ കൺഫ്യൂഷൻ കൂടുതലായി കഴിഞ്ഞാൽ അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. വലിയ സ്വത്വബോധമുള്ള ട്രൈബൽ ഫീലിങ്സ് ഉള്ള ഒരു സമൂഹത്തിലാണ് ഇത്തരത്തിൽ